നമ്മൾ ഇന്നിതാ ഈ കടുക്ക ഉപയോഗിച്ച് നല്ലൊരു ഫ്രൈ ആണ് എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കാൻ പറ്റുന്നത്. നേരെ വീഡിയോയിലേക്ക് പോകാവേ. നമ്മളിതാ പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അടുപ്പ് കത്തിച്ചിട്ട് നമുക്ക് നമ്മുടെ കടുക്ക ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ചെയ്യേണ്ടത് ഇതാണ്. എന്നിട്ട് നമ്മുടെ വെളിച്ചെണ്ണ ചൂടായി വന്നതിലേക്ക് നമ്മൾ നേരത്തെ തന്നെ ചതച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയുള്ളത് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതൊന്ന് ചുവന്ന് വരുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ലൈഫ് ഡയറീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ രേഖപ്പെടുത്താനും ആരും മറന്നു പോകരുത്. നമ്മുടെ ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും ചതച്ച് വെച്ചത് അത്യാവശ്യം ഒരു കളർ മാറി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ഉള്ളി കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് ഈ ഇഞ്ചി ഒന്ന് വാട്ടിയെടുക്കുകയാണ് നമ്മുടെ അടുത്ത പരിപാടി. അത്യാവശ്യം കുറച്ച് സമയം തന്നെ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം. എന്നാലേ നമ്മുടെ ഇഞ്ചി വാടി വരുള്ളൂ. ഒരു ചെറിയൊരു ഇഞ്ചിയും ഉള്ളിയും എല്ലാം കൂടി ഒന്ന് വാടി വരുള്ളൂ. ഒരു ബ്രൗണിഷ് കളറിലേക്ക് നമ്മുടെ ഉള്ളി എത്തണം. അതുവരെ നമ്മൾ ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഉള്ളി ഇത് അത്യാവശ്യം നല്ല രീതിയിൽ വാടി വന്നിട്ടുണ്ട്. ഒരു പകുതി വാടലൊക്കെ ആവുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളിയും അതുപോലെ തന്നെ പച്ചമുളകും കൂടി ചേർത്ത് വീണ്ടും ഇളക്കി കൊടുക്കുകയാണ്. നമ്മൾ 3 ഉള്ളിയും അതുപോലെ തന്നെ 2 തക്കാളിയും ഒരു 4 പച്ചമുളകുമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് എല്ലാ സാധനങ്ങളും കൂടി വീണ്ടും നല്ല പോലെ ഇളക്കുക. എന്നിട്ട് ഉള്ളി നല്ലപോലെ വാടുന്നവരെ നല്ല പോലെ നമ്മൾ ഇളക്കി സെറ്റാക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഉള്ളിയും അതുപോലെ തന്നെ തക്കാളിയും പച്ചമുളകും എല്ലാം അത് അടുപ്പത്ത് കിടന്ന് സെറ്റായിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത പരിപാടി പൊടികൾ ചേർത്ത് കൊടുക്കലാണ്. നമ്മൾ ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ നമ്മുടെ ഗരം മസാലയും അതുപോലെ തന്നെ ചിക്കൻ പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ പൊടികളെല്ലാം നമ്മൾ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ട്. ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്തതിന് ശേഷം വീണ്ടും നല്ല പോലെ ഇളക്കുക. ഇളക്കിയിട്ട് നല്ല പോലെ എല്ലാ ഭാഗത്തും മിക്സ് ആവും വേണം. അതുപോലെ തന്നെ നമ്മുടെ പൊടികളൊക്കെ പച്ച സ്മെല്ല് പോയിട്ട് മറ്റൊരു സ്മെല്ല് വരും. ആ സമയം വരെ നമ്മൾ വീണ്ടും അടുപ്പത്ത് വെച്ച് നല്ല പോലെ ഇളക്കി കൊടുക്കണം. ഇതിൻ്റെ ഇടയിൽ നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ കറിവേപ്പിലയും അതുപോലെ തന്നെ മല്ലിച്ചപ്പും ചേർത്ത് കൊടുക്കുകയാണ്. ഇതും കൂടി കൂട്ടിയിട്ട് നല്ല പോലെ അങ്ങ് ഇളക്കാം. ഈ നേരത്തെ പറഞ്ഞ മാതിരി ഇതിൻ്റെ ഈ പച്ച സ്മെല്ലൊക്കെ പോയി നല്ലൊരു സ്മെല്ല് വരും. അതുവരെ നമ്മുടെ അടുപ്പത്ത് കിടന്നിട്ട് നല്ല പോലെ നമ്മൾ ഇളക്കി മിക്സ് ആക്കണം. നമ്മുടെ മസാലയുടെ സ്മെല്ല് എല്ലാ മസാലയും കൂടിയുള്ള സ്മെല്ല് നല്ല പോലെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ആ പച്ച സ്മെല്ലൊക്കെ പോയി നല്ലൊരു സ്മെല്ല് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ കടുക്ക നല്ല വൃത്തിയാക്കി ഇതിൽ വേസ്റ്റൊക്കെ ഒഴിവാക്കി വൃത്തിയാക്കി വെച്ചിട്ടുള്ള കടുക്ക ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ല പോലെ ഇളക്കി കൊടുക്കുക. നമ്മൾ 1 കിലോ കടുക്കയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. വെള്ളം അധികം വേണ്ട. നമ്മൾ ഗ്രേവി കുറച്ച് ഉള്ള രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് കുറച്ച് വെള്ളം മാത്രം മതി ഒന്ന് വേവാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നല്ല പോലെ ഇളക്കി കൊടുക്കുക. നല്ലതുപോലെ ഇളക്കിയിട്ട് നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. ഇനി ഇതൊന്ന് വെന്ത് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ കടുക്ക ഫ്രൈ ഇതാ അടുപ്പത്ത് കിടന്ന് നല്ല പോലെ വെന്ത് സെറ്റാവുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇടയ്ക്കൊന്ന് ജസ്റ്റ് ഒന്ന് നമ്മുടെ പാത്രം തുറന്നിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അത്യാവശ്യം നല്ല പോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും പഴയ പോലെ തന്നെ ഇത് മൂടി വയ്ക്കാം. ഒരു 15 മിനിറ്റിൻ്റെ വേവെങ്കിലും വേണ്ടി വരും കേട്ടോ. ഇത് നല്ല പോലെ വേവാൻ. ഏകദേശം ഒരു 15 മിനിറ്റിന് ശേഷം നമ്മൾ നമ്മുടെ അടപ്പ് തുറന്ന് നോക്കുകയാണ്. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് അത്യാവശ്യം നമ്മുടെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ചെറിയൊരു ഗ്രേവി മാത്രമേ ഉള്ളൂ. നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് നമ്മൾ. നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ അടപ്പ് തുറന്ന സമയത്ത്. എന്നിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. മുകളിൽ കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം
നമ്മൾ മുകളിൽ കുറച്ചുകൂടെ കരിവേപ്പില ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഗൈസ് നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല കടുക്ക ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് നേരം കൂടി ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി സെർവ് ചെയ്യാൻ പറ്റുന്നതാണ്. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണേ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.